1000 ലീഫ് നാച്ചുറൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അത്തിപ്പഴത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങളും ഉപയോഗങ്ങളും അറിയാം. അത്തിപ്പഴം മധുരമുള്ള രുചി കൊണ്ട് അത്യുത്തമമായ പഴമാണ്. നിരവധി ആരോഗ്യ ഗുണങ്ങളും ഉപയോഗങ്ങളും ഉണ്ട് അത്തിപ്പഴം കൊണ്ട്. ഈ അത്തിപ്പഴം കണ്ടോ, ഇത് നല്ല രുചിയും മധുരവും ഉള്ളതാണ്. ഇതിൽ ഇളയതും മൂത്തതും എല്ലാം ഉണ്ട്. ഇത് പഴുത്താൽ ഇതിനകത്ത് പിങ്ക് കളറാണ്. പുറംതൊലി ഗ്രീനും പിങ്കും കൂടി കലർന്നതാണ്. ഇതിൻ്റെ ഇല കണ്ടോ, നമ്മുടെ ഒരു കൈപ്പത്തി പോലെ വിരല് പോലെ ഇങ്ങനെ എണർപ്പായിട്ട്. ഇത് നല്ല അത്തിയാണ്. ഇതിൽ കുറേ അത്തിപ്പഴങ്ങളുണ്ട്. ചിലത് മൂപ്പായിട്ടുണ്ട്, ചിലത് ഇളയതാണ്. ഇത് ഏകദേശം വലുപ്പമുള്ള അത്തിപ്പഴമാണ് കേട്ടോ. കുറച്ച് നീണ്ട ആകൃതിയാണ് ഇതിനുള്ളത്. അത്തിപ്പഴം വളരെ പോഷക സമൃദ്ധമാണെങ്കിലും കലോറിയും പഞ്ചസാരയും ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് വിവിധ രീതികളിൽ നമുക്ക് ഉപയോഗിക്കാം. നമുക്കിത് തിളപ്പിച്ച് കഴിക്കാം, ഉണക്കിയത് ഉപയോഗിക്കാം, സ്നാക്കായി ഉപയോഗിക്കാം, രാത്രി വെള്ളത്തിലിട്ട് രാവിലെ കഴിക്കാം, ജാമുകളും ജെല്ലിയും എല്ലാം ഉണ്ടാക്കാം. പല പാരമ്പര്യ ഔഷധങ്ങളിലും ഇത് ഉപയോഗിക്കാറുണ്ട്. ലോകത്ത് 100 കണക്കിന് വിവിധ ഇനം അത്തിമരങ്ങളുണ്ട്. ഇത് കണ്ടോ, ഇത് കുറച്ച് പഴുത്തതാണ്. റെഡും ഗ്രീനും കൂടിയ കളറല്ലേ. ഉണങ്ങിയ ഫിഗ് നമുക്ക് ചരടിൽ കോർത്തിങ്ങനെ കിട്ടാറില്ലേ. അത്തിപ്പഴം പിന്നെ കേക്കുകൾ, പുഡിങ്ങുകൾ, ഐസ്ക്രീമുകൾ, കസ്റ്റാർഡ് തുടങ്ങിയവയിൽ ചേർത്ത് രുചി കൂട്ടാം. സാലഡുകളിലും ചേർക്കാം. ഇന്ത്യയിൽ പൂനെ അത്തി എന്ന ഇനം വളരെ പ്രചാരത്തിലുണ്ട്. കേരളത്തിലെ തോട്ടങ്ങളിൽ ബ്രൗൺ തുർക്കി ഇനങ്ങളാണ് സാധാരണയായി കാണപ്പെടുന്നത്. ഇത് ഞാൻ മുറിക്കാൻ പോവുകയാണ്. പണ്ട് ഞങ്ങളെ അത്തിമരത്തിൽ കയറി അത്തിപ്പഴം പറിച്ച് കഴിക്കുന്നതിന് മുമ്പ് ഒരു പാട്ടുണ്ട്. അത്തിപ്പഴം ഇങ്ങനെ കൈയിൻ്റെ ഉള്ളനടിയിൽ വെച്ചിട്ട് മറ്റേ കൈ കൊണ്ട് ഇങ്ങനെ കമഴ്ത്തി അതിങ്ങനെ ഉരുട്ടുമ്പോൾ അത്തിപ്പഴം പോകുമ്പോൾ വാഴക്കുട്ടിത്തേനെ, അത്തിപ്പഴം പോകുമ്പോൾ വാഴക്കുട്ടിത്തേനെ എന്ന് പറഞ്ഞിട്ട് അത്തിപ്പഴം ഇങ്ങനെ പൊളിക്കും. പൊളിച്ച് കഴിയുമ്പോൾ അതിനകത്തെ ഈച്ചകളും പ്രാണികളൊക്കെ അതിനകത്ത് തന്നെ ചത്തിട്ടുണ്ടാവും. അതിനാണ് ഈ കൈൻ്റെ അടിയിലിട്ട് ഉരുട്ടണത്. തുറന്നു കഴിഞ്ഞാൽ അതിലൊരു പ്രാണികളും പാറൂലല്ലോ. എന്നിട്ട് അതിനത് അങ്ങനെ കഴിക്കും. അത് അന്നത്തെ ഒരു വിശ്വാസമാണ്. പ്രാണികളൊക്കെ അത്തിപ്പഴത്തിൻ്റെ കൂടെ നമ്മളെ വയറ്റിലും ആവും. ആഹാ, ഇത് മുറിച്ചപ്പോൾ കണ്ടോ, ഇതിനകത്ത് ഫുള്ള് കാമ്പാണ്. ഇതാണ് നല്ല അത്തിപ്പഴം. കണ്ടോ, ഇതിനകത്ത് ഇങ്ങനെ ആര് പോലെ. ഇത് നല്ല മധുരമുള്ളതാണ് കേട്ടോ. അത്തിപ്പഴം ഇങ്ങനെ ഉള്ളിൽ വെക്കും. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ പാട്ട്. അത്തിപ്പഴം പോകുമ്പോൾ വാഴക്കുട്ടിത്തേന്, അത്തിപ്പഴം പോകുമ്പോൾ വാഴക്കുട്ടിത്തേന്, അങ്ങനെ ഇത് മുറിച്ച് അങ്ങോട്ട് കഴിക്കും. ഈ അത്തി ഉണ്ടോ, വട്ടത്തിലുള്ള ഇലയായിട്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത് കുറേ സ്ഥലത്ത് കാണാറുണ്ട്. വട്ടത്തിലുള്ള ഇലയായിട്ട് നല്ല തണലൊക്കെ ഉണ്ടാവും. ഇതിൻ്റെ മരത്തിൻ്റെ അടിയിൽ കുറേ കായകളുണ്ടാവും. പക്ഷേ ഇത് തിന്നാൻ കൊള്ളൂല. ഇത് നന്നായിട്ട് പഴുക്കൊന്നുമില്ല. ഇനി പഴുത്താൽ തന്നെ ഇതിൻ്റെ അകത്ത് പൊള്ളയായിരിക്കും. ഇത് ശരിക്കും പഴുത്തിട്ടും കാണാറില്ല. ഞാനിതുവരെ കണ്ടിട്ടില്ല ഇത് നേരെ പഴുത്തിട്ട്. മധുരം ഉണ്ടാവില്ല. പിന്നെ ഇതിന് നല്ല കറയാണ്. ചിലരിത് കറി വെക്കാൻ പറ്റും എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഞാനൊരു തവണ വെച്ചപ്പോൾ അത് ഭയങ്കര ചവർപ്പ്. ഇത് തണലിനും ഭംഗിക്കും കൊള്ളാം. കുറച്ച് കായ ഞാൻ അതിൽ നിന്ന് പറിച്ചെടുത്ത് നമുക്ക് ഇതൊന്ന് മുറിച്ച് നോക്കാം. കണ്ടോ, ഇതിനകത്ത് ഒന്നുമില്ല, ആകെ പൊള്ളയാണ്. കുരുവില്ല, ഈച്ചകളുമില്ല. പലതരം അത്തികളുണ്ട് കേട്ടോ. കദോത്ത, ബ്രൗൺ തുർക്കി, ബ്ലാക്ക് മിഷൻ, കാലിമിർന, അഡ്രിയാറ്റിക്, അങ്ങനെ പല വിധങ്ങളുണ്ട്. ഇത് മറ്റൊരു തരം അത്തി കേട്ടോ. ഇത് പഴയ കാലം മുതൽ നമ്മുടെ നാട്ടിലുണ്ട്. ഈ ഇനം അത്തിയിലെ പഴം ഞങ്ങൾ ചെറുപ്പത്തിൽ കുറേ കഴിച്ചിട്ടുണ്ട്. വലിയ മരമായിരുന്നു. അതുമ്മ കയറിയിട്ടാണ് പറിക്കുക. എന്നിട്ടാണ് ആ പാട്ടുപാടി കഴിക്കൽ. കണ്ടോ, ഈ ഇല കണ്ടോ, ഇത് വ്യത്യാസമല്ല. ഇത് തയ്യാണ്. ഇത് കാട് വെട്ടുമ്പോൾ വെട്ടി തളിർക്കുന്നതാണ്. കദോത്ത ഇനത്തിൽ പച്ച നിറത്തിലുള്ള തൊലിയും മഞ്ഞ കളർന്ന ഇളം പിങ്ക് നിറത്തിലുള്ള ഉൾഭാഗവും നല്ല മധുരമുള്ളതാണ്. ബ്രൗൺ തുർക്കി എന്ന ഇനം തവിട്ട് ഊത് നിറത്തിലുള്ള തൊലിയും ഇളം ചുവപ്പ് നിറത്തിൽ ഉൾഭാഗവും രുചി മധുരവുമാണ്. പിന്നെ ബ്ലാക്ക് മിഷൻ എന്ന ഒരു ഇനമുണ്ട്. ഇത് ഇരുണ്ട ഊത കറുപ്പ് നിറത്തിൽ തൊലിയും ഇളം ചുവപ്പ് നിറത്തിലുള്ള ഉൾക്കാമ്പും രുചി വളരെ മധുരമുള്ളതുമാണ്. ഉണക്കാൻ ഇത് വിശേഷമാണ്. കാലിമിർണ എന്ന ഇനം വളരെ പ്രസിദ്ധമാണ്. മഞ്ഞ പച്ച നിറത്തിൽ തൊലിയും മാതളപ്പഴം പോലെ ഉള്ളിലും ഇത് നല്ല മിന്നുന്ന രുചിയുമാണ്. പിന്നെ അഡ്രിയാറ്റിക് ഇളം പച്ച നിറത്തിൽ തൊലിയും ഇളം ചുവപ്പ് പിങ്ക് നിറത്തിലുള്ള ഉൾഭാഗവും ഉണ്ട്. ഇതിനകത്ത് പ്രാണിയും ഈച്ചയും ഒന്നുമില്ല. നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം. മുമ്പ് ഞങ്ങളൊക്കെ പറിച്ച് കഴിച്ചിരുന്ന അത്തിപ്പഴത്തിന് പഴുത്താൽ നല്ല ഒരു പിങ്ക് കളറായിരിക്കും. നല്ലൊരു മണം ഉണ്ടാവും. ആകൃതി ഉരുണ്ടതുമായിരിക്കും. ഇനി പണ്ട് ഞങ്ങൾ അത്തിപ്പഴം പറിച്ചിരുന്ന അത്തിമരം ഉണ്ടോയെന്ന് നോക്കാൻ പോവാണ്. ഈ കുഴിയുടെ അരികിലാണ് ആ അത്തിമരം ഉണ്ടായിരുന്നത്. ഇതാണ് ആ അത്തി. 10-40 വർഷം മുമ്പ് ഞങ്ങൾ കയറിയിരുന്നതാണ്. കണ്ടോ, പക്ഷേ ഇതിപ്പോൾ വെട്ടിയിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ നിന്ന് കുറേശ്ശെ തളിർത്ത് വരുന്നുണ്ട്. ഇതേ ഇവിടെ വെച്ച് മുറിച്ചിരിക്കുകയാണ്. കണ്ടോ, ഇതാണ് അത്തി, ശരിക്കും അത്തി, പഴയ അത്തി. ഈ മരത്തിലായിരുന്നു ഞങ്ങളൊക്കെ കയറിയിരുന്നത്. കണ്ടോ ഇല, ഇതിത്തെ കായാണ് നമ്മളിങ്ങനെ കഴിച്ചിരുന്നത്. അത്തിപ്പഴം പോകുമ്പോൾ വാഴക്കുട്ടി തേന പറഞ്ഞിട്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട്
ഇത് തെരഞ്ഞിട്ടാണ് ഞാൻ നടന്നിരുന്നത്. ഇതാണ് അത്തിമരത്തിൻ്റെ അടിയിലുള്ള പഴയ കുളം. ഇപ്പോൾ ആകെ പായൽ പിടിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ആരും വരാറുമില്ല, ഇറങ്ങാറുമില്ല. അത്തിപ്പഴത്തിൽ ഫൈബർ, പൊട്ടാസ്യം, കാൽഷ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ് എന്നിവയെല്ലാം അടങ്ങിയിട്ടുണ്ട്. ആൻറ്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയിട്ടുണ്ട്. ഈ ധാതുക്കളെല്ലാം ഉള്ളതുകൊണ്ട് ദഹനത്തിനും രക്തസമ്മർദ്ദ നിയന്ത്രണത്തിനും എല്ലുകളുടെ ആരോഗ്യത്തിനും നല്ലതാണ്. ഹൃദയാരോഗ്യത്തിനും നല്ലതാണ്. ഉയർന്ന ഫൈബർ ഉള്ളതുകൊണ്ട് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. എന്നിരുന്നാലും കലോറിയും പഞ്ചസാരയും ഉയർന്നതിനാൽ പ്രത്യേകിച്ചും ഉണക്കിയ അത്തിപ്പഴം പ്രമേഹ രോഗികൾ മിതമായി ഉപയോഗിക്കുക. ഇത് വേറൊരു അത്തി നിന്നിരുന്ന കുഴിയാണ്. ഇതിപ്പോൾ കിണർ പോലെയാണ് ഉപയോഗിക്കുന്നത്. കണ്ട് അതിൻ്റെ അടിയിലൊരു ബ്ലാക്ക് കളറിൽ വലിയൊരു മീൻ ഏകദേശം ഒരു കയ്യിൻ്റെ അത്ര ഉണ്ട്. ഇതേതോ നല്ല ഇനം മീനാണ് കേട്ടോ. പേര് ഞാൻ മറന്നുപോയി. അത്തിപ്പഴം കഴിക്കണോ? ശരിയായ തൈ വാങ്ങി നടുക. നല്ല അത്തിപ്പഴം നോക്കി തിരഞ്ഞെടുത്ത് കഴിക്കുക. എല്ലാ അത്തിപ്പഴങ്ങളും കഴിക്കാൻ കൊള്ളില്ല. ഇത് കണ്ടോ, വിൽക്കാൻ വെച്ച അത്തിപ്പഴം നല്ല ഭംഗിയിൽ ആണല്ലോ അത് വെച്ചിട്ടുള്ളത്. അത്തിമരപ്പൊത്തിൽ പാമ്പുണ്ടാകുമെന്ന് പറയാറുണ്ടല്ലോ. ഞാനിതുവരെ മരത്തിൽ കയറിയിട്ടും നോക്കിയിട്ടും ഒന്നും കണ്ടിട്ടില്ല. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വൈകാതെ നിങ്ങളും നട്ടോളൂ.